വാർത്ത കേട്ടപ്പം ആദ്യം ഒന്നും മനസ്സിലായില്ല സംഭവം. പിന്നെ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പുള്ളിക്കാരൻ മരിച്ചു തന്നെയാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുമെന്ന് ചോദിച്ചാൽ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. എന്തൊക്കെയോ നടക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു. നമ്മുടെ ജനം അങ്ങനെയാണ്. ഇന്ന് ഇപ്പോൾ നമുക്ക് ഒരാളെ എതിർത്ത് ഇപ്പോൾ ഈ നമ്മൾ ഗ്രീഷ്മയുടെ കേസ് പറഞ്ഞത് തന്നെ, ഇപ്പോൾ ഈ ഗ്രീഷ്മയ്ക്കെതിരെ നിൽക്കുന്നവർ നാളെ അവരുടെ ഒരു ട്രാജഡി എന്തെങ്കിലും ഒരു സ്റ്റോറി വന്നാൽ അവർക്ക് അനുകൂലമായിട്ട് മാറും. പക്ഷേ ജനം അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് ഒരാളുടെ കൂടെ നിൽക്കും. ഇപ്പോൾ തന്നെ ആദ്യം ആ സമാധിക്കെതിരെ നിന്നവരെല്ലാവരും അത് കഴിഞ്ഞിട്ട് ആ ബോഡി കൊണ്ട് പോയപ്പോഴത്തേക്ക് ആ മകൻ ആ ദുഃഖത്തോടെ മറ്റേത് അതുവരെ ആ മകനെ കുറ്റം പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ്. ഉടനെ അയ്യോ അത് അച്ഛൻ്റെ ഒരു ചീഞ്ഞ ശരീരവും കൊണ്ട് മകൻ പോയി. അങ്ങനെയാണ് ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ട്. ഇപ്പോൾ നമ്മളൊരാളെ കൊലപാതകയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് സൈഡ് കാണിച്ചാൽ മതി, ജനങ്ങൾ അതിനൊപ്പം നിൽക്കുവാണ്. അപ്പോഴത്തേക്കും അവർ ചെയ്ത കാര്യങ്ങളെല്ലാം മറക്കും. ഇപ്പോൾ ഈ ഗ്രീഷ്മയുടെ കാര്യം തന്നെ, ഗ്രീഷ്മയുടെ അമ്മയുടെ ഒരു സെൻറ്റിമെൻറ്റ് സ്റ്റോറി നാളെ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ശരിയാണ്, ആ കുട്ടിക്ക് ഇനി ഒരു അവസരം നൽകണം എന്ന് പറയും. അത് നമ്മുടെ സമൂഹം അങ്ങനെയാണ്, മാറിക്കൊണ്ടേയിരിക്കും. കേരളത്തിൽ സാധാരണ മുമ്പ് ഇതുപോലത്തെ കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടെ നല്ല ബുദ്ധിപരമായി ചിന്തിക്കുന്ന ജനങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. നമ്മൾ അങ്ങോട്ടൊക്കെ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും എതിർത്ത് സംസാരിച്ചുകൊണ്ട് നിന്നവരായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. മുമ്പ് നമ്മുടെ ജാതിപരമായ കാര്യങ്ങളാണെങ്കിലും കൊലപാതകങ്ങളാണെങ്കിലും എല്ലാം അവിടെ നടക്കും. അയ്യോ അതൊക്കെ അവിടെ നടക്കുന്നില്ല, ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പണ്ട് നമുക്ക് കൊലപാതകം ഇപ്പോൾ മയക്കുമരുന്നൊക്കെ തന്നെയാണെങ്കിലും മുമ്പ് നമുക്കങ്ങനെ പബ്ലിക്കല്ല, അത് രഹസ്യമായി നടന്നുകൊണ്ടിരുന്നൊരു വലിയൊരു ക്രൈമാണ്. ഇപ്പം അത് പബ്ലിക്കാണ്. നമുക്ക് വേണം, എനിക്ക് വേണം എങ്കിൽ എനിക്കത് അവൈലബിൾ ആണ്. ആ ഒരു ലെവലിൽ നമ്മൾ മാറിക്കഴിഞ്ഞു.